ബലിപെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് ഒമാൻ കടക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും പരമ്പരാഗത സൂക്കുകളിലും തിരക്ക് വർദ്ധിച്ചു. അവധി കൂടി ആരംഭിച്ചതോടെ സൂക്കുകളിൽ പതിവിൽ കവിഞ്ഞ തിരക്കായി. പകൽ സമയങ്ങളിലെ കനത്ത ചൂട് പരമ്പരാഗത സൂക്കിലെ കച്ചവടത്തെ ബാധിക്കുന്നുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിലാണ് കുടുംബങ്ങളും കുട്ടികളുമൊത്ത് ആളുകൾ എത്തുന്നത്. സൂക്കിൽ മുമ്പ് മലയോര മേഖലകളിൽ നിന്നും ഉൾപ്രദേശങ്ങളിൽ നിന്നും ഇവിടെ ഒരുപാട് ആളുകൾ വന്നിരുന്നു. കച്ചവടം പഴയമായിരുന്നില്ല. പഴയ കാലത്ത് ഇവിടെ നടക്കാൻ തന്നെ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങൾ, പെരുന്നാൾ ആഘോഷത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങൾ, പാത്രങ്ങളും ചെമ്പുകളും വിൽക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തിരക്ക് വർദ്ധിച്ചു. ബലിയർപ്പിക്കാനുള്ള ആടുമാടുകളെ വിൽക്കുന്ന ചന്തകളും സജീവം. സൊമാലിയ, ബ്രസീൽ, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ആടുമാടുകൾ എത്തിച്ചത്. ബലിയെറുക്കാനുള്ള കത്തി, ഇറച്ചി വെട്ടാനുള്ള മരത്തടി, കത്തി മൂർച്ച കൂട്ടാനുള്ള സാധനങ്ങൾ എന്നിവയ്ക്കെല്ലാം പരമ്പരാഗത മാർക്കറ്റുകളിൽ വൻ ഡിമാൻഡുണ്ട്. സ്വദേശികളുടെ പെരുന്നാൾ സ്പെഷ്യൽ വിഭവമായ ശുവ ഒരുക്കാനുള്ള സാധനങ്ങൾക്കും ആവശ്യക്കാർ ഏറെ. സുഗന്ധദ്രവ്യങ്ങൾ, പാരമ്പര്യ വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, തേൻ തുടങ്ങിയവ വിൽക്കുന്ന ഹപ്ത മാർക്കറ്റുകളും സജീവം. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.